നസ്രിയ, ബേസിൽ ജോസഫ്, സൂക്ഷ്മദർശിനി. ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം, മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മിസ്റ്ററി ത്രില്ലർ. അതാണ് ഈ സിനിമ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് MC ജിതിനാണ്. ബ്രില്യൻ ഡയറക്ഷൻ, അതെ, എടുത്തു പറയണം, ബ്രില്യൻ ഡയറക്ഷൻ. പിന്നെ ഈ സിനിമ റിട്ടൺ ബൈ അതുൽ ആൻഡ് ലിബിൻ. വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്. ആ സിനിമേൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആ ഒരു സ്ക്രിപ്റ്റാണ്. അതെ. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ ശരൺ വേലായുധൻ. വെൽ ഡൺ, ബ്രില്യൻ സിനിമാറ്റോഗ്രാഫി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബൈ ക്രിസ്റ്റോ സേവിയറിൻ്റെ BGM എന്ന് പറഞ്ഞാൽ ഓരോ സീനിൻ്റെ ആ ഒരു ത്രില്ലും മിസ്റ്ററിയൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ, ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പ്രധാന റീസൺ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്, BGM ആണ്. ഗംഭീര BGM. അതാണ്. ക്രിസ്റ്റോ സേവിയർ ഇതിനു മുമ്പ് ടർബോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ മമ്മൂക്കാൻ്റെ ടർബോ ഒക്കെ ചെയ്തിട്ടുള്ള ക്രിസ്റ്റോ സേവിയറാണ്. പിന്നെ ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സമീർ താഹിറും ഷൈജു ഖാലിദുമാണ്. മലയാളത്തിലെ രണ്ട് പ്രോമിനൻറ്റ് സിനിമാറ്റോഗ്രാഫേഴ്സാണ്. സമീർ താഹിർ റീസെൻ്റ്ലി ചെയ്തത് ആവേശം സിനിമാറ്റോഗ്രാഫി ചെയ്തത് സമീർ താഹിറാണ്. അതേപോലെ മഞ്ഞുമൽ ബോയ്സ് സിനിമാറ്റോഗ്രാഫി ചെയ്തത് ഷൈജു ഖാലിദാണ്. അവർ ഇതിനു മുമ്പ് ഒരുപാട് ഹിറ്റ് സിനിമകളുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് സിനിമാറ്റോഗ്രാഫേഴ്സാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. യെസ്. പിന്നെ AV അനൂപ്, ആളും ഇതിൽ പ്രൊഡക്ഷനിൽ പങ്കാളിയാണ്. അപ്പോൾ സിനിമയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇനി സിനിമയുടെ സ്റ്റാർ കാസ്റ്റ് നോക്കാം. ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹീറോയിൻ നമ്മുടെ നസ്രിയയാണ്. യെസ്, നസ്രിയയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് വേണമെങ്കിൽ പറയാം, ധൈര്യമായിട്ട് പറയാം. യെസ്, നസ്രിയയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. ഗംഭീരമായിട്ടുണ്ട് നസ്രിയ. പ്രിയദർശിനി എന്നാണ് നസ്രിയൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. നല്ല ഭയങ്കര എന്താ പറയുക, എഫോർട്ട്ലെസ് ആയിട്ട് അഭിനയിച്ച പോലെ തോന്നി. ഭയങ്കര ഈസി ആയിട്ട്, സിമ്പിളായിട്ട് അഭിനയിച്ച പോലെ തോന്നി. നല്ല രസമായിരുന്നു. ഓരോ എക്സ്പ്രഷനും മാനറിസും അതുപോലെ ഡയലോഗ് ഡെലിവറി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബേസിൽ ജോസഫിൻ്റെ ഒരു നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അങ്ങനെ ഞാൻ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. മാനുവൽ എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ മെറിൻ ഫിലിപ്പ് ഉണ്ട്, അഖില ഭാർഗവൻ, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, കോട്ടയം രമേശ്, പിന്നെ ദീപക് പറമ്പോൾ, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ പേരറിയാത്ത കുറച്ച് താരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിദ്ധാർത്ഥ് ഭരതനും അഖില ഭാർഗവനും അവർ കുറച്ചൊക്കെ ഒരു കോമഡി കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേരുടെ ക്യാരക്ടേഴ്സ് നന്നായിട്ടുണ്ടായിരുന്നു. ഇനി സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, പ്രിയദർശിനി, നമ്മുടെ നസ്രി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, പ്രിയദർശിനി ഹസ്ബൻഡും മോളുടെയും കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നു. യെസ്, ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു. പ്രിയദർശിനി ജോബ് സെർച്ചിങ്ങിലാണ്. ജോബ് കിട്ടിയിട്ടില്ല, ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെയ്ബേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്, നല്ലൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ അടുത്തേക്ക് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കാൻ എത്തുന്ന ക്യാരക്ടേഴ്സാണ് മാനുവലിൻ്റെ അമ്മയും. യെസ്, അവർ രണ്ടുപേരും താമസിക്കാൻ എത്തുകയാണ്. അപ്പോൾ ഈ മാനുവൽ എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലാവരുമായിട്ടും നെയ്ബേഴ്സൊക്കെ ആയിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്നു, നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ പ്രിയദർശിനിക്ക് തുടക്കത്തിൽ തന്നെ കുറച്ചൊക്കെ സംതിങ് എന്താ പറയുക, സസ്പീഷ്യസ് ഒക്കെ ആയിട്ട് തോന്നുകയാണ് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചും ആളുടെ ആ ഒരു പെരുമാറ്റത്തിനെ കുറിച്ചും. അത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇയാളെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, എന്താ ഇയാളുടെ ഉദ്ദേശം, ഇവരെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവും. അതാണ് ഈ ഒരു സിനിമേൻ്റെ ഒരു പ്രത്യേകത. ത്രൂ ഔട്ട് ഒരു മിസ്റ്ററി ഈ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. ക്ലൈമാക്സ് എത്തുമ്പോഴാണ് ആ മിസ്റ്ററി അത് റിവീൽ ആവുന്നത്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാവുന്നത്. അതാണ് ഈ സിനിമേൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ത്രൂ ഔട്ട് ആ ഒരു മിസ്റ്ററിയും ആ ഒരു സസ്പെൻസും നമ്മളുടെ ആ ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു എന്താ പറയുക, ഒരു സീറ്റഡ് ത്രില്ലറാണ് ഈ സിനിമ. യെസ്. അപ്പോൾ പിന്നെ ഈ ക്യാരക്ടറിനെ കുറിച്ച്, ഈ ഒരു മാനുവലിനെ കുറിച്ച് കൂടുതൽ ഡൗട്ട് തോന്നുകയാണ് പ്രിയദർശിനിക്ക്. പിന്നെ പ്രിയദർശിനി ഈ മാനുവലിനെ കുറിച്ച് നടത്തുന്ന കുറച്ച് അന്വേഷണങ്ങൾ, കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ പറയാം. അതിലൂടെയാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഷോക്കിംഗ് ആയിട്ടുള്ള സത്യങ്ങൾ, ട്രൂത്തുകൾ അങ്ങനെ റിവീൽ ആവുകയാണ് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച്, അതായത് മാനുവലിനെ കുറിച്ച്. അപ്പോൾ അതാണ് ഈ സിനിമേൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഗംഭീരമായിട്ട് തന്നെ പെർഫോമൻസ് ആണെങ്കിലും ആ ഒരു പ്ലോട്ടിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ ആണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. ബ്രില്യൻ വർക്കാണ്. യെസ്. അപ്പോൾ സിനിമ തിയേറ്ററിൽ പോയി കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണണം. യെസ്, കാരണം ഈ പടത്തിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ
എന്താ പറയുക, അത് വേറെ ലെവലാണ്. അതാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് അവർ പ്രഡിക്ഷൻ. നമ്മൾ ട്രെയിലർ കണ്ടിട്ട് നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ, ഒരു പ്രഡിക്ഷനൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ, പക്ഷെ അതിൻ്റെയൊക്കെ ബിയോണ്ട്, അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് ഈ സിനിമ. യെസ്, അപ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണാം. യെസ്, അപ്പോൾ വേറൊരു സിനിമയുടെ വേറെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ.